ഹലോ. ഇപ്പോൾ കഥ കേൾക്കണ്ടേ? ഇന്ന് പറയണത് വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ മാംഗോ ഫാംസും അങ്ങനെയൊക്കെ ഭയങ്കര ശാന്തമായ കുറേ ദൂരത്തേക്ക് മാംഗോ ഫീൽഡ്സും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ഒരു മാംഗോ ഫീൽഡിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് ആരും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആളുകൾ പറയുന്നത് അവിടെ എന്തോ എൻറ്റിറ്റി ഉണ്ട്, എന്തോ ഒരു ആക്ടിവിറ്റി, എന്തോ ഒരു സൗണ്ടോ ശരിയല്ല, അങ്ങോട്ട് പോകരുത് എന്നാണ് ലോക്കൽസ് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും അധികം അങ്ങ് വിശ്വസിക്കുന്നവരല്ലല്ലോ. അവർ കൂടുതലും ഇതൊക്കെ ചുമ്മാ കെട്ടുകഥകളാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളാണെങ്കിലും കുറേ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചുമ്മാ അതാണ്. പക്ഷേ ആക്ച്വലി ഈ കഥ വായിച്ചപ്പോൾ എനിക്കും വല്ലാതെ പേടി വന്നു കേട്ടോ. അപ്പം എന്താണേലും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും അധികം അങ്ങോട്ടൊന്നും പോകാറില്ല. ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ ഒരു നല്ല മാംഗോ സീസണായി, നല്ല മാംഗോയുടെ മണം ഒക്കെ വരുന്ന ഒരു സമയത്ത് ഒരു പയ്യൻ, ആ ഗ്രാമത്തിലുള്ള 19 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ പിന്നെ അവൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇവരെല്ലാവരും കൂടെ നടക്കാൻ പോയി. അപ്പോൾ ഇവർ വിചാരിച്ചു ശരി എന്നാൽ ഇതിനകത്ത് കയറി നോക്കിയാലോ. അപ്പോൾ വൈകിട്ട് ഒരു 6:30 സമയമാണ്. നീ ഈ ഫീൽഡിൽ നോക്കിയാലോ, ചുമ്മാ ആൾക്കാർ ഓരോന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ പറയുന്ന കഥകളെയൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇവർ ചിരിച്ചുകൊണ്ട് അതിനകത്തോട്ട് കയറി ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ സൺസെറ്റായി, പതുക്കെ ഇരുണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആകെ അങ്ങ് മാറി മറിഞ്ഞു. അതായത് ഇവർക്കൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു, വല്ലാതെ കരയുന്ന ഒരു സൗണ്ട്. അപ്പോൾ അത് ഒരുപാട് അടുത്തുനിന്ന് കരയുന്ന പോലെ തോന്നിയപ്പം ഇവർ കുറച്ചുകൂടെ ഇനി ആരെങ്കിലും പെൺപിള്ളേർ ഉള്ളിൽ വല്ലതും ട്രാപ്പായിട്ടുണ്ടോ, ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരകത്തേക്ക് പോയി. അങ്ങനെ പോയി ഇവർ കുറേ അങ്ങ് ഉള്ളിൽ പോയി, ഫാമിൻ്റെ കുറേ അകത്തോട്ട് അങ്ങ് കയറിപ്പോയി. അങ്ങ് അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. അപ്പോൾ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, ഒരു വൈറ്റ് ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, നല്ല ലോങ് ഹെയർ. അപ്പം അതിൻ്റെ മുഖം കുറേ ഇങ്ങനെ ഈ മുടിയുടെ ഇതിൽ മറഞ്ഞിരിക്കുകയാണ്, ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇത്തിരി ധൈര്യശാലി ഇത്തിരി മുന്നോട്ട് എന്നിട്ട് ചോദിച്ചു, കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സൗണ്ട് കേട്ട് ഈ കുട്ടി ഇങ്ങനെ പതുക്കെ തിരിഞ്ഞ് ഇവർ കണ്ട കാഴ്ച അവർ വല്ലാതെ പേടിപ്പിച്ചു. കാരണം അവർ പറയുന്നത് ആ കുട്ടിക്ക് കണ്ണ് ഇല്ലായിരുന്നു, അത്രയും ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു. മാത്രമല്ല കാലിൻ്റെ അരയുടെ താഴോട്ട് ഒരു ഡാർക്ക് ഇതുപോലെയാണ് അവർ പിന്നെ കണ്ടത് ഇതിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ. അതായത് ആ ഭാഗം ഇല്ല. അങ്ങനെ അവർ വല്ലാതെ പേടിച്ചു. കുറേ ദിവസം എടുത്തു അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആളുകൾ പറയുന്നത് പണ്ട് ഏതോ കുട്ടി അവിടെ ആരുകൊണ്ട് ഉപദ്രവിച്ച് അതിനെ കൊന്നു, അതിൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആളുകൾ ആ ഭാഗത്തോട്ടൊന്നും അധികം പോവാത്തത്.